ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു പഴയകാല ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. പഴയകാല ഡ്രിങ്ക് എന്ന് മാത്രമല്ല, ഇപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന ഡ്രിങ്ക് തന്നെ ആയിരിക്കും. തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പണ്ടൊക്കെ എൻ്റെ തറവാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു ഡ്രിങ്കാണ് അത്ര. ഇത് എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും, അതുപോലെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ ഗ്ലാസ്സിലേക്കും ആദ്യം 3 പഴം തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മൈസൂർ പഴമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം, പൂവൻ പഴം ഒക്കെ എടുക്കാം. മൈസൂർ പഴം എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയുണ്ടാവില്ല, ചില നാട്ടിൽ വേറെ പേരാവും അതിന്. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ മധുരം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ മധുരത്തിന് കുറച്ച് മധുരം ചേർക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ അങ്ങ് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ കടിക്കാൻ വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടില്ല. പിന്നെ നട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിലക്കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ബദാം, പിസ്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആവും. പിന്നെ ഒരു പഴം കൂടെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മറ്റേത് ശരിക്കും ഉടച്ചെടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് ടോട്ടൽ ഒരു ഗ്ലാസ്സിലേക്ക് 4 പഴം ഞാൻ എടുത്തിട്ടുള്ളത്. 4 or 5 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിലക്കടല ഞാൻ ഓവളിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓവളിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലാസ് നിറയുന്ന വരെ തേങ്ങാപ്പാലും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ്. പിന്നെ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നിലക്കടല വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുടിക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതായിരിക്കും. ബൈ, താങ്ക് യു.